ആഘോഷങ്ങളുടെയും ആരവും വിപണിയിലെ സാമ്പത്തിക ചൂടും ഒപ്പിയെടുത്ത് മൈഫിൻ ടിവിയുടെ പ്രത്യേക പരിപാടി ഫിന്നോണം പൊന്നോണം. പ്രവാസി മലയാളികൾക്ക് ഓണമുണ്ണാൻ കേരളത്തിൽ നിന്നും വിമാനമേറി വാഴയിലയും. ഇത്തവണ കയറ്റുമതി ചെയ്യുന്നത് ഏകദേശം 2 കോടി രൂപയുടെ വാഴയിലയാണ്. ഓണം വരുമ്പോൾ മലയാളിയുടെ മനസ്സിൽ ആദ്യം തെളിയുന്ന കാഴ്ചയിലൊന്ന് തൂശനിലയിൽ വിളമ്പിയ സദ്യയാണ്. സദ്യയുടെ രുചിക്കൊപ്പം അതിന്റെ തനിമയും വിദേശത്തേക്ക് പറക്കുകയാണ്. കേരളത്തിൽ നിന്ന് പ്രവാസി മലയാളികൾക്കായി വിമാനമാർഗം കയറ്റി അയക്കുന്നത് കോടികളുടെ വാഴയിലയാണ്. കരിപ്പൂർ, നെടുമ്പാശ്ശേരി, തിരുവനന്തപുരം വിമാനത്താവളങ്ങൾ വഴിയാണ് ഇത്തവണ വാഴയില കയറ്റുമതി ചെയ്യുന്നത്. വിവിധ നീളത്തിലുള്ള ഇലകൾ 5 കിലോഗ്രാം വീതമുള്ള കാർഡ്ബോർഡ് പെട്ടികളിലാക്കി ഏകദേശം 4000 ബോക്സുകളാണ് കയറ്റി അയക്കുന്നത്. കേരളത്തിൽ ആവശ്യത്തിന് ഇല ലഭിക്കാത്തതിനാൽ ആശ്രയം അയൽ സംസ്ഥാനമായ തമിഴ്നാട് തന്നെ. കമ്പം, തേനി, തിരുനെൽവേലി മേഖലകളിൽ കൃഷി ചെയ്യുന്ന കദളിവാഴയുടെ നാക്കിലയാണ് ഒന്നാം തരം ഉൽപ്പന്നമായി തെരഞ്ഞെടുക്കുന്നത്. 1 കിലോഗ്രാമിൽ ഉണ്ടാവുക ഏകദേശം 70 മുതൽ 80 വരെ ഇലകളാണ്. വിദേശ വിപണിയിൽ കിലോയ്ക്ക് 800 മുതൽ 1100 രൂപ വരെ വില ലഭിക്കും. അതായത് ഒരിലയ്ക്ക് ശരാശരി 10 മുതൽ 13 രൂപ വരെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് കാർഗോ നിരക്ക് ഇരട്ടിയോളമായെങ്കിലും വാഴയിലയുടെ ഡിമാൻഡിനെ അത് കാര്യമായി ബാധിച്ചിട്ടില്ല. വിദേശത്തെ ഹോട്ടലുകളിലും ഓണസദ്യയ്ക്ക് വാഴയിലേക്ക് ആവശ്യക്കാർ ഏറെയാണ്. മൈഫിൻ ടിവി, കൊച്ചി. ഓണാഘോഷം കേരളത്തിൽ മാത്രമല്ല വിദേശ മലയാളികൾക്കിടയിലും ആവേശം പകരുകയാണ്. ഓണക്കോടിക്ക് ഇത്തവണ വിദേശത്തു നിന്നും വൻ ഡിമാൻഡ്. ബുട്ടീക്കുകളിലും വസ്ത്രശാലകളിലും ബൾക്കായി ഓണക്കോടികൾ തയ്യാറാക്കി കയറ്റുമതി ചെയ്യുന്ന തിരക്കിലാണ് സംരംഭകർ. ഓണം അടുത്തെത്തിയതോടെ ഓണക്കോടികളുടെ വിപണിയിലും തിരക്കേറി. കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ഓണക്കോടികളുടെ വൻ ഓർഡറുകളാണ് ഇത്തവണ എത്തിയിരിക്കുന്നത്. വിദേശ മലയാളി സംഘടനകളും കൂട്ടായ്മകളും വ്യക്തികളും ബ്യൂട്ടിക്കുകളും ഉൾപ്പെടെ നിരവധി പേരാണ് ഓണക്കോടിക്കായി കേരളത്തിലെ വസ്ത്രശാലകളെയും ബ്യൂട്ടിക്കുകളെയും സമീപിക്കുന്നത്. ഓർഡറുകൾ കൂടുതലും ബൾക്കായതിനാൽ ഓരോ ആവശ്യത്തിനും അനുസരിച്ച് വസ്ത്രങ്ങൾ തയ്ച്ചെടുത്ത് പാക്ക് ചെയ്ത് കയറ്റുമതി ചെയ്യുകയാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ നമുക്ക് നാട്ടിൽ നിന്നുള്ള ഓർഡറുകളായിരുന്നു ഏറ്റവും കൂടുതൽ. ഒരു നാട്ടിലെ കോളേജിലെ ഓണാഘോഷം അല്ലെങ്കിൽ ഒരു ഓഫീസിലെ ഓണാഘോഷം അങ്ങനെയൊക്കെ ആയിരുന്നു കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ളതിനെക്കാട്ടിലും കൂടുതൽ വിദേശത്താണ് ഏറ്റവും കൂടുതൽ ഓണാഘോഷം എല്ലാവിധ ആഘോഷങ്ങളും അവിടെയാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. തിരുവോണം കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു മാസത്തേക്കും കൂടെ അവർക്ക് വീണ്ടും ഓരോരോ പരിപാടികൾ വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഒരുപാട് ഓർഡേഴ്സ് ആണ് ജർമ്മനിയിൽ നിന്നും US നിന്നും കാനഡയിൽ നിന്നും ന്യൂസിലൻഡിൽ നിന്നും ഒക്കെ ആയിട്ട് ഒത്തിരി ഓർഡേഴ്സ് ആവാൻ നടക്കുന്നത്. നമ്മൾ ഇവിടുന്ന് റെഡിയാക്കി വിടുന്നതനുസരിച്ച് അവരുടെ തന്നെ അടുത്ത ആൾക്കാരുടെ ഓർഡേഴ്സ് അങ്ങനെ നിറയെ പുറത്തുനിന്നുള്ള, അതായത് വിദേശത്തു നിന്നുള്ള ഒരുപാട് ഓർഡേഴ്സ് ആണ് ഈ ഒരു ഓണത്തിന് അതിന്റെ എന്റെ ഒരു വർക്കിന്റെ അട്രാക്ഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കസവ് സാരികളും സെറ്റുമുണ്ടുകളും ചുരിദാറുകളും കുട്ടികളുടെ വസ്ത്രങ്ങളും ഉൾപ്പെടെ ഓണത്തിന്റെ തനിമ നിലനിർത്തുന്ന വസ്ത്രങ്ങൾക്കാണ് വിദേശത്തും കൂടുതൽ ആവശ്യക്കാർ. ഓണാഘോഷത്തിന്റെ ഭാഗമാകാൻ വിദേശ മലയാളികൾ കേരളത്തിന്റെ പാരമ്പര്യ വസ്ത്രങ്ങളെ ആശ്രയിക്കുമ്പോൾ അത് സംസ്ഥാനത്തെ ചെറുകിട വസ്ത്ര സംരംഭകർക്കും പുതിയ വിപണി തുറക്കുകയാണ്. കേരളത്തിന്റെ ഓണപ്പെരുമയ്ക്കൊപ്പം ഓണക്കോടിക്കും അതിരുകൾ കടന്ന് ആവശ്യക്കാരേറുകയാണ്. മൈഫിൻ ടിവി, കൊച്ചി. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ ടിവി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.